നമസ്കാരം. ഞാൻ അക്കമ്മ ചെറിയാൻ. ഗാന്ധിജി എന്നെ സ്നേഹത്തോടെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിളിച്ചു. ചരിത്രം എന്നെ കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നും വിശേഷിപ്പിച്ചു. എന്നാൽ ഞാൻ സ്വയം ഓർക്കാൻ ആഗ്രഹിക്കുന്നത് അടിച്ചമർത്തലിനെതിരെ ശബ്ദമുയർത്താൻ മടിക്കാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീയായാണ്. 1909 കോട്ടയത്തെ കാഞ്ഞിരപ്പള്ളിയിലാണ് എന്റെ ജനനം. ഒരു അധ്യാപികയായി സ്വസ്ഥമായ ജീവിതം നയിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ എന്റെ നാട് ഒരു ഏകാധിപതിയുടെ കീഴിൽ ഞെരിഞ്ഞമരുന്നത് കണ്ടപ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാനായില്ല. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെ ഉത്തരവാദ ഭരണത്തിനായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭം തുടങ്ങി. 1938 സ്റ്റേറ്റ് കോൺഗ്രസിനെയും യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് നേതാക്കളെയെല്ലാം ജയിലിലടച്ചു. പ്രസ്ഥാനം അനാഥമാകുമെന്ന് വന്നപ്പോൾ സമര നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറായവരെ ഡിക്റ്റേറ്റർ എന്ന് വിളിച്ചു. ആദ്യത്തെ 11 ഡിക്റ്റേറ്റർമാരെയും സർക്കാർ അറസ്റ്റ് ചെയ്തപ്പോൾ 12ാമത്തെ ഡിക്റ്റേറ്ററായി ഞാൻ മുന്നോട്ടു വന്നു. മഹാരാജാവിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന് നേരിട്ടൊരു നിവേദനം നൽകാനായി ഒരു ബഹുജന ജാഥ നയിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് ചരിത്രത്തിൽ രാജധാനി മാർച്ച് എന്നറിയപ്പെട്ടത്. 1938 തമ്മാനൂരിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളുമായി ഞങ്ങൾ കവടിയാർ കൊട്ടാരത്തിലേക്ക് കാൽനടയായി നീങ്ങി. ആയിരങ്ങൾക്കു നടുവിൽ ത്രിവർണ പതാകയേന്തി ഞാൻ മുൻപിൽ നടന്നു. എന്റെ തൊട്ടരികിൽ എന്റെ ധൈര്യമായി എന്റെ ഇളയ സഹോദരി റോസമ്മയുമുണ്ടായിരുന്നു. വഴിയിൽ ബ്രിട്ടീഷ് പട്ടാള മേധാവിയായ കേണൽ വാട്സൺ ഞങ്ങളെ തടഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് നേരെ തോക്കു ചൂണ്ടി അലറി, പിരിഞ്ഞുപോയില്ലെങ്കിൽ വെടിവെക്കും. എന്നാൽ ഞാൻ പതറിയില്ല. ഞാൻ മുന്നോട്ടു ചെന്ന് നെഞ്ചു വിരിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ നെഞ്ചിലേക്ക് ആദ്യം വെടിയുതിർക്കൂ. നിങ്ങളുടെ തോക്കിനു മുന്നിൽ ഞാനുണ്ടാകും. എന്റെ സഹോദരങ്ങളെ വെടിവെക്കുന്നതിനു മുൻപ് എന്നെ കൊല്ലുക. എന്റെ വാക്കുകൾക്ക് ആ പട്ടാളക്കാരന്റെ കൈകൾ വിറച്ചു. അവർക്ക് വെടിയുതിർക്കാൻ കഴിഞ്ഞില്ല. ആ ജാഥ തിരുവിതാംകൂറിന്റെ ചരിത്രം മാറ്റിമറിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. അതേ വർഷം ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ നടത്തിയ പണിമുടക്കിൽ ഞാൻ P. കൃഷ്ണപിള്ളയോടൊപ്പം പങ്കെടുത്തു. 1947 ഞാൻ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്റെ അനുഭവങ്ങൾ ഞാൻ പുസ്തകങ്ങളിലും കുറിച്ചു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെക്കുറിച്ച് ഞാൻ എഴുതിയ പുസ്തകമാണ് 1114ന്റെ കഥ. എന്റെ ആത്മകഥയുടെ പേര് നിങ്ങൾക്കറിയാമോ? ജീവിതം ഒരു സമരം. അതെ, എന്റെ ജീവിതം അതായിരുന്നു, അനീതിക്കെതിരായ ഒരു സമരം. 1982 ഞാൻ വിടവാങ്ങി. പക്ഷെ ഒരു സ്ത്രീയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ഒരേകാധിപതിക്കും പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഞാൻ തെളിയിച്ചു. ഓർക്കുക, ഭയമല്ല, ധീരതയാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്.